ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വെറൈറ്റി ആയിട്ട് വട്ടയിലയിൽ ഇടിയപ്പം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് എൻ്റെ ചാനലായ പ്രിയങ്ക കുക്കറി ആൻഡ് വ്ലോഗ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. 1 കപ്പ് ആട്ട, 1 കപ്പ് അരിപ്പൊടി, അപ്പത്തിൻ്റെ പൊടി ഉണ്ടല്ലോ, അതും കൂടി ഇട്ടതിന് ശേഷം ഇത്തിരി ജീരകപ്പൊടി, കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം തിളയ്ക്കുന്ന വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇതിലോട്ട് തിളയ്ക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുത്തോ അല്ലെ വെള്ളം തിളപ്പിച്ച് അതിലോട്ട് ഇട്ടോ നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാവുന്നതാണ്. നല്ല ചൂടാണ്, അതുകൊണ്ട് ഒരു സ്പൂൺ വെച്ച് തവി വെച്ചൊക്കെ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചൂട് ഇത്തിരി ഒന്ന് കുറയുമ്പോഴേക്കും നന്നായിട്ട് തന്നെ കൈ വെച്ച് നല്ലതായിട്ട് സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കണം. എത്ര നന്നായിട്ട് കുഴക്കണോ അതുപോലെ സോഫ്റ്റ് ആയിരിക്കും ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ. ഇവിടെ ആട്ട എടുത്തിരിക്കുന്നത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ, അങ്ങനെ വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഇടിയപ്പം ഉണ്ടാക്കാൻ പോകുന്നത്, എൻ്റെ ചെറുപ്പകാലത്തൊക്കെ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ ഇതുപോലെ വട്ടയിലയിൽ എന്തെങ്കിലുമൊക്കെ പലഹാരങ്ങൾ ഉണ്ടാക്കി കിട്ടുമായിരുന്നു. ഇപ്പം ഇതൊന്നും കാണാൻ പോലും ഇല്ലല്ലേ. കുട്ടികൾക്കാണെങ്കിൽ വട്ടയിൽ എന്താണെന്ന് പോലും അറിയില്ലായിരിക്കും. ഞാനിതിങ്ങനെ ഒരു പാത്രത്തിൻ്റെ അടപ്പ് വെച്ച് ഒരു ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. അതിന് നിർബന്ധമൊന്നുമില്ല, പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്യണതാണ് ഇങ്ങനെയൊക്കെ. ഇനി എല്ലാം തന്നെ ഒന്ന് ഷേപ്പാക്കിയതിന് ശേഷം ഞാൻ ഇതുപോലെ കുറച്ച് തേങ്ങ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന അതേ പാത്രത്തിൽ തന്നെ ഒന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. ക്യാമറ മാറിയിരുന്നുകൊണ്ട് ആദ്യം ചുറ്റിച്ചൊന്നും നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല കേട്ടോ, ഞാൻ ശ്രദ്ധിച്ചതേ ഉണ്ടായില്ല. ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഒരെണ്ണം ഞാൻ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം മേളിൽ കൂടെ വേണമെങ്കിൽ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. അതൊക്കെ ഓപ്ഷണലാണ്, കുറച്ചൊരു ഭംഗിക്ക് വേണ്ടിയും പിന്നെ കുറച്ചുകൂടി ടേസ്റ്റ് ആവട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ അതിന് മേളിയിലൂടെ കുറച്ച് തേങ്ങയും കൂടി ഇട്ടതിന് ശേഷം ഒരു സ്റ്റീമറിൽ അല്ലെങ്കിൽ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചാണേലും ഒരു 10 മിനിറ്റ് സമയം മാത്രം നമുക്കിതൊന്ന് വേവിച്ചെടുക്കേണ്ടിയുള്ളൂ. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതായിരിക്കും. ആട്ടയും അരിപ്പൊടിയും തുല്യ അളവിലെടുത്ത് വട്ടയിലയിൽ ഇടിയപ്പം ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്. നെഞ്ചരിച്ചിലും അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾക്കും ഉള്ള ഒരു സൊല്യൂഷനാണെന്നൊരു വൈദ്യൻ പറഞ്ഞു തന്നതനുസരിച്ച് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. എന്തായാലും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ യാതൊരു കുറവുമില്ലേ. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. അരിപ്പൊടി കുറയ്ക്കുന്നവർക്കൊക്കെ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ കുറച്ച് ഗ്രീൻ പീസ് കറിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. രണ്ടും കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.